പക്ഷേ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മാജിക് സർക്കിൾ ചെയ്യോ, റോസ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇന്ന് നമ്മുടെ ക്രോഷി സീരീസിൻ്റെ 3rd പാർട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്രോഷി പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ അതിൻ്റെ ട്രിക്ക് മനസ്സിലായാൽ എളുപ്പമായിട്ട് ചെയ്യാനും പറ്റുന്നൊരു കാര്യമാണ് ക്രോഷി. ഞാൻ ക്രോഷി പഠിച്ചിട്ടുള്ളത് പല യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ്. വീഡിയോസ് കാണുമ്പം പല സമയവും എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ നേരെ പിൻട്രസ്റ്റിൽ കുറച്ച് ഇതുപോലത്തെ കുറച്ച് റെഫറൻസസ് ഉണ്ടാവും. അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് നോക്കാറ്. അതാകുമ്പോൾ നമ്മുടേതായിട്ടുള്ള സമയം എടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ക്രോഷി പഠിച്ചാൽ നമ്മുടെ എവറിഡേ ലൈഫിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, കുറേ ഹോൾഡേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കൂടെ കൊണ്ടെടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു ക്രോഷി പ്രൊഡക്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഏത് ചാനലാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ക്രോഷി പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്ത പോലെ തന്നെ റോസും മറ്റ് ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് എനിക്കും താല്പര്യമുണ്ട്. ഞാനും ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഒരാളെ പഠിപ്പിച്ച് കൊടുക്കാൻ മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കമൻറ്റ് ചെയ്താൽ മതി ഏത് പ്രൊഡക്ട്സ് ആണ് നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.